ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തേത് എൻ്റെ ഒരു തിരക്ക് പിടിച്ച പ്രഭാതം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കൂളുള്ള ദിവസം എല്ലാം എനിക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ. എന്തൊക്കെ ഞാൻ ചെയ്ത് കൂട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ എഴുന്നേക്കാൻ ഒരു 10 മിനിറ്റ് വൈകി പോയാൽ പിന്നെ വെപ്രാളാണ്. അപ്പോൾ ഇത് രാവിലത്തേക്കുള്ള ഭക്ഷണവും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും ഒക്കെ ആ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ ഞാൻ റെഡിയാക്കണം. പിന്നെ മോളെ സ്കൂളിലേക്ക് റെഡിയാക്കി വിടണം, മുടി കെട്ടണം, യൂണിഫോമൊക്കെ എടുത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഇങ്ങനെ ഒരു തത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാവിലെയാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ കുറേയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൽ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പം ചിലത് കിട്ടും, ചിലത് കിട്ടില്ല. ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല, വീഡിയോ എടുക്കുകയാണെന്നുള്ള ഓർമ്മ എനിക്കുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പല പല പണികളും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഏകദേശം ഒരു 80% ഞാനിതിൽ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. രാവിലെ ഓട്ടത്തിനിടയിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടും. പിന്നെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരമൊന്നും നമുക്ക് റെസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മോള് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഇപ്പം മോൻ എഴുന്നേറ്റ് വരും. പിന്നെ അവൻ്റെ പിന്നാലെയുള്ള ഓട്ടമായിരിക്കും. പക്ഷേ അതൊക്കെ ഒരു രസമാണ്. ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കുക്കിങ്ങൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഇന്ന് രാവിലത്തെ ഭക്ഷണം വെള്ളപ്പവും തേങ്ങാപ്പാലും ആയിരുന്നു. അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാക്കിയിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. പിന്നെ മോളെ എഴുന്നേൽപ്പിക്കലാണ് വലിയ ടാസ്ക്. കാരണം ഒരു 6:45 എഴുന്നേറ്റ് വരണം. 10-10:30 രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ 6:45 എഴുന്നേൽപ്പിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ചെയറിലിരുത്തും. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്ന് ഉറങ്ങും. എന്നിട്ടാണ് പിന്നെ പല്ല് തേക്കലും കുളിക്കലും യൂണിഫോം ഇടലും ഒക്കെ. എന്തായാലും പറയുമ്പോൾ കുട്ടികളുടെ കാര്യം നമ്മളെക്കാളും കഷ്ടമാണ്. കാരണം ആ രാവിലത്തെ ആ ഉറക്കം എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ അത് അവർക്ക് അവിടെ നഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയില്ല. സ്കൂളിൽ പറഞ്ഞയച്ചേ പറ്റുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഒക്കെ സങ്കടമാവും. കാരണം ആ ഉറക്കത്തിൽ വിളിച്ചുണർത്തുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ല, നമുക്കൊരു സങ്കടമാണ്. കാരണം നമ്മളെ തന്നെ ഉറക്കത്തിൽ വിളിച്ചുണർത്തുമ്പോൾ നമുക്ക് എന്തൊരു ഇറിറ്റേഷനായിരിക്കും. അതുപോലെയാണ് ആ രാവിലത്തെ നല്ല ഉറക്കത്തിനിടയ്ക്ക് വിളിച്ചുണർത്തുന്നത്. അപ്പം അവളുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ റെഡിയാക്കി കിറ്റിൽ ലഞ്ച് ബാഗിൽ വെച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വിടാൻ പറ്റുന്നത് കേട്ടോ. ഒരു 8:05 മാക്സിമം 8 മണി 8:05 ആകുമ്പോഴേക്കും വാനെത്തും. അപ്പോഴേക്ക് താഴെ ആക്കി കൊടുക്കണം. ശിവനേട്ടൻ പോകുന്നതും ആ ടൈമിലായതുകൊണ്ട് ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. ശിവനേട്ടൻ പോണ വഴിക്ക് അവളെ വാനിൽ കയറ്റി വിട്ടോളും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ എന്നെക്കൊണ്ട് ആവുന്ന പോലെ രാവിലത്തെ തിരക്കിനിടയിൽ വീഡിയോ ഒക്കെ മാക്സിമം നല്ലതുപോലെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് പറയേണ്ടത്. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട്